ഹായ്, രണ്ടാമത്തെ മെയിലെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മാക്സിമം കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇന്ന് ടിപ്പോ അല്ലെങ്കിൽ ഹെൽത്ത് ടിപ്പോ മേക്കപ്പ് ടിപ്പോ അങ്ങനെയൊന്നുമല്ല ഞാൻ പറയാൻ പോണത്. 2-3 ദിവസം മുമ്പ് ഫേമസ് ആയ ഒരാളെ കുറിച്ച് പറയാൻ പോണത്. അതും ഫേമസ് ആവുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെപ്പോലുള്ള സാധാരണ ഒരു വ്യക്തി, സാധാരണ ഒരു ലേഡി പെട്ടെന്ന് കയറിയും ഫേമസ് ആയി. അതിനെക്കുറിച്ച് ഞാൻ പറയാൻ പോണത്. ഇപ്പം അടുത്ത് നമ്മുടെ പ്രയാഗയിൽ ഒരു കുംഭമേള നടന്നിരുന്നു. അവിടെ നമ്മുടെ സാധാരണ ഒരു ഇൻഡോർ എന്താ പറയുക, ഒരു നാട്ടുമ്പുറത്ത് നിന്ന് വന്നൊരു പെൺകുട്ടി, 16 വയസ്സായിട്ടുള്ളൂ. നല്ല ചാരക്കണ്ണും നല്ല നീണ്ട മുടിയൊക്കെ ആയിട്ടുള്ള പെൺകുട്ടി. മൂപ്പര് ഞാൻ കഥയൊന്നല്ല കേട്ടോ പറയണത്, ഉണ്ടായ സംഭവം പറയണത്. മൂപ്പര് അച്ഛൻ്റെ കൂടെ ബന്ധുക്കളുടെ കൂടെ രുദ്രാക്ഷമാല വിൽക്കാൻ വന്നതാണ് അവിടെ. നമുക്കറിയാം, കുംഭമേളയിൽ നടക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ മറ്റേ സന്യാസിമാരൊക്കെ വന്നിട്ട് പൂജകളും അങ്ങനെ ഒരു കുറച്ച് നാളെ നീണ്ടു നിൽക്കുന്ന പൂജകളൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അതിലേക്കായിട്ട് അതിൽ പങ്കെടുക്കാനല്ല, അവർ ജീവിതമാർഗ്ഗമാണ് രുദ്രാക്ഷമാല വിൽക്കുക എന്നുള്ളത്. അതിനായിട്ട് ആ കൊച്ചു വന്നതായിരുന്നു. മൂപ്പരെ ഭംഗി കണ്ടിട്ട് ഏതോ ഒരു യൂട്യൂബർ ഭംഗി കണ്ടിട്ട് ആളെ ഫോട്ടോ എടുത്തു. അങ്ങനെ മൊത്തത്തിൽ അങ്ങോട്ട് കയറി വൈറലാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ യൂട്യൂബേഴ്സിന്റെയും ബ്ലോഗർമാരുടെയും തിക്കും ബഹളായി, ഫോട്ടോ എടുക്കലായി, സോഷ്യൽ മീഡിയയിൽ കൂടെ ഭയങ്കരമായിട്ട് പബ്ലിഷായി. എന്താ പറയുക, ലാസ്റ്റ് ന്യൂസ് റിപ്പോർട്ടേഴ്സ് വരെ ആ കുട്ടീനെ സമീപിച്ച് ഫോട്ടോ എടുക്കലും വീഡിയോ എടുക്കലൊക്കെ. പോരാത്തതിന് ഏതോ ഒരു ബ്യൂട്ടി പാർലറുകാർ അവളെ കൊണ്ടുപോയിട്ട് മൂപ്പരെ മേക്കപ്പ് ചെയ്ത് സുന്ദരിയാക്കി കൊണ്ടുവരും ചെയ്തു. ഒക്കെ കൂടിയപ്പോൾ കുറേ ആൾക്കാരൊക്കെ ചുറ്റും കൂടി തിക്കും ബഹളായി. കുംഭമേളയിൽ തരംഗമായ മൊണോലിസ ബോസ്ലേക്ക് എന്ത് സംഭവിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടാണ് ന്യൂസ് ഇപ്പൊ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഈ സംഭവം നടന്നു കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ആ കുട്ടിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പൊ അതും ഇൻസ്റ്റാഗ്രാമിൽ ഗംഭീരമായിട്ട് ആഘോഷിച്ചു. എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഇത്രയൊക്കെ ഫേമസ് ആയ സ്ഥിതിക്ക് ചിലപ്പോൾ സോഷ്യൽ മീഡിയസിനൊക്കെ ആ കുട്ടിക്ക് വരുമാനം കിട്ടി തുടങ്ങിയിട്ടുണ്ടാവും. സംഭവം ആ കുട്ടി രുദ്രാക്ഷം വിൽക്കാൻ വന്നാണെന്നുണ്ടെങ്കിൽ അത് നടന്നില്ല എന്നുണ്ടെങ്കിലും ദൈവം സഹായിച്ച അത്യാവശ്യം വരുമാനം ചിലപ്പോൾ എനിക്ക് വല്ല പബ്ലിഷായിട്ട് കയറി വരുമാനം കിട്ടുക, അല്ലെങ്കിൽ വല്ല സിനിമ അതുപോലുള്ള ഫീൽഡിലേക്ക് ഇറങ്ങാൻ പറ്റിയൊക്കെ ആണെങ്കിൽ ആ കുട്ടി രക്ഷപ്പെടും, ആ കുട്ടിയുടെ ഫാമിലി രക്ഷപ്പെടും. എന്തായാലും നന്നായി വരട്ടെ, നല്ല കാര്യം. പക്ഷെ ആ കുട്ടീനെ വെച്ചുകൊണ്ട് ഫേമസ് ആയ ഒരുപാട് ബ്ലോഗേഴ്സ് ഉണ്ട്. ഒരു 20 ലക്ഷം പേരൊക്കെ ആ കുട്ടിയുടെ വീഡിയോസ് ഇതിനോടകം കണ്ടു കഴിഞ്ഞു. അതുപോലെ ബ്ലോഗർമാരും ആ കുട്ടീനെ വെച്ചുകൊണ്ട് ഒരുപാട് കാശുണ്ടാക്കുന്നുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞു വന്ന വേറൊന്നുമല്ല, ഒരു നിസ്സാര സമയം മതി ഓരോരുത്തരുടെ തലവര മാറാനായിട്ട്. ആ കുട്ടി ചിലപ്പോൾ ഇങ്ങോട്ട് ആ കുംഭമേളയ്ക്ക് വരുമ്പോൾ ഇതിനെപ്പറ്റിയൊന്നും സ്വപ്നത്തിൽ പോലും ചിന്തിച്ചിട്ടുണ്ടാവില്ല. ഇനി എന്തോ ആ കുട്ടിയുടെ ഭാഗ്യം തെളിഞ്ഞ ഈ സമയത്തായിരിക്കും ആ കുട്ടി അങ്ങനെ ഹാപ്പി ആയിട്ടിരിക്കട്ടെ, ഫേമസ് ആയിരിക്കട്ടെ. എല്ലാവരും ആ കുട്ടിയുടെ വീഡിയോസൊക്കെ കാണാൻ പോയിട്ട് കൂട്ടത്തിൽ എൻ്റെ വീഡിയോസ് കാണുക, ലൈക്കും വ്യൂസും കമൻറ്റും ഒക്കെ തരിക. അപ്പോൾ ഇതുപോലുള്ള എന്തെങ്കിലും നല്ലൊരു വിഷയമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ കാണാം. നിങ്ങൾ പേപ്പർ ഉണ്ടെന്ന് പോയി കാണാൻ, കൊച്ചിന് നോക്കുകയാണെങ്കിൽ കാണാം കേട്ടോ, സൂപ്പറാണ്. പോയിട്ട് നോക്കി നോക്കുക. ഞാൻ അതല്ല, ന്യൂസ് അറിഞ്ഞിട്ടില്ലാത്തവരുണ്ടെങ്കിൽ ഗൂഗിളിലോ യൂട്യൂബിലോ ഒന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ മൊത്തം ഡീറ്റെയിൽ കിട്ടും. ഇനി കുട്ടി നന്നായിരിക്കട്ടെ, നല്ല ഭാവിയുണ്ട്, കുട്ടിക്ക് നല്ല യോഗ ഉണ്ട്, സിനിമയിലൊക്കെ വരട്ടെ. നാളെ വലിയൊരു ഫിലിം സ്റ്റാറൊക്കെ ആയിട്ട് കാണാനുള്ള ഭാഗ്യം നമുക്കും ആ കുട്ടിക്കും ഉണ്ടാവട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അപ്പോൾ മറ്റേ ബ്രൗൺ ബ്യൂട്ടി എന്നൊക്കെയാണ് ഇപ്പോൾ വിളിക്കുന്ന സംഭവം, ആ കുട്ടിയുടെ പേര്. എന്തോ ഇനി ഹാപ്പി ആയിരിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കുന്നു. അതുപോലെ എൻ്റെ വീഡിയോസും ലൈക്കും സബ്സ്ക്രൈബേഴ്സും ഒക്കെ കയറി ഹിറ്റാവാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എന്നെ ഹെൽപ്പ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഞാൻ ഇതുപോലൊരു വിഷയം അല്ലെങ്കിൽ ഇതുപോലൊരു ടിപ്പ്, എനിക്ക് വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ അടുത്ത് തന്നെ, പിന്നെ ഈ ഒരു വീഡിയോ അല്ല, ഒരുപാട് വീഡിയോസ് നിങ്ങൾ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുക, ഹെൽപ്പ് ചെയ്യുക, കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക. വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾ ആദ്യത്തെ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. ടാറ്റാ.